ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഏഗൾ ലേണിംഗ്. അപ്പോൾ ഓണം എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ നിരന്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന അത്രയും ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്യൂവൽ സെല്ലായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ രണ്ട് രീതിയിലാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. എക്സ്പ്ലെയിൻ ദ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ഇൻ ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിലെ ആനോഡും കാഥോഡും റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ? എന്തൊക്കെയാണ് ഈ ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ്? ബാക്കിയുള്ള സെല്ലുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ് എന്ത് എന്നുള്ള ക്വസ്റ്റ്യനും. അങ്ങനെ രണ്ട് ക്വസ്റ്റ്യനാണ് സാധാരണയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാറ്. ക്ലിയർ അല്ലേ? അപ്പൊ മക്കൾ സെറ്റ് ആയിരിക്കണം. പറയാൻ പോവാണ് എന്താണ് ഫ്യൂവൽ സെൽ. എ സെൽ ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണത് ഫ്യൂവൽ സെൽ. കേട്ടി? എ സെൽ ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബേണിംഗ് ഓഫ് ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്താ? ഫ്യൂവൽ സെൽ. ക്ലിയർ അല്ലേ? ഫ്യൂവൽ സെല്ലിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. വേറെ ഒരു സെല്ലിലും ഇല്ലാത്ത അഡ്വാൻറ്റേജ്. നിങ്ങൾ ഓക്സിജനും ഹൈഡ്രജനും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ, ഫ്യൂവൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ സെല്ല് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളെ റീചാർജബിൾ സെല്ലാണെങ്കിൽ റീചാർജ് ചെയ്യണം, കുറച്ച് കഴിഞ്ഞാൽ സെല്ല് ഡെഡ് ആവും, സെല്ല് റീചാർജ് ചെയ്യണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്നാ പറയുന്നത്. ഈ നിങ്ങൾ ഫ്യൂവൽ സപ്ലൈ ചെയ്താൽ സെല്ല് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. വേറെ ഒരു സെല്ലും അങ്ങനെ ഒരു എഫിഷ്യൻസി കൊടുക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ഫ്യൂവൽ കൊടുത്താൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? സെല്ല് വർക്ക് ചെയ്യും. കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി. രണ്ടാമത്തത്, ബാക്കിയുള്ള സെല്ലുകളുടെ എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫ്യൂവൽ സെല്ലിന് 100% എഫിഷ്യൻസി ആണ്. പ്രാക്ടിക്കലി 70 to 75% എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസി കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സെല്ലുകളുമായിട്ട് എഫിഷ്യൻസി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ സെല്ലിന് എഫിഷ്യൻസി കൂടുതലാണെന്ന്. കമ്പയറബിൾ എഫിഷ്യൻസി കൂടുതലാണ് ആർക്ക്? ഫ്യൂവൽ സെല്ലിന്. മൂന്നാമത്തെ, എക്കോ ഫ്രണ്ട്ലി ആണ്. ഒരു തരത്തിലുള്ള ബൈ പ്രോഡക്റ്റ് ഇല്ല. ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. വാട്ടർ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. അപ്പോളോ പോലുള്ള സ്പേസ് ക്രാഫ്റ്റിൽ വാട്ടർ സോഴ്സ് ആയിട്ട് ഈ ഫ്യൂവൽ സെല്ലാണ് ഉപയോഗിക്കുന്നത്. റെഡി അല്ലേ? അപ്പം മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താ? ഒന്ന് എക്കോ ഫ്രണ്ട്ലി ആണ്, ഒന്ന് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് എനർജി ആണ്. ഇറ്റ് ഈസ് ഹൈ എഫിഷ്യൻസി ആണ്. സോ വാട്ടർ ഒബ്റ്റെയിൻ ഫ്രം ഫ്യൂവൽ സെൽ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ നിന്ന് കിട്ടുന്ന വാട്ടർ ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ് എന്തായിട്ട് ഉപയോഗിക്കും? വാട്ടർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ റിയാക്ഷൻസ് ആണ്. ഇതിൽ ആനോഡ് റിയാക്ഷൻ വരുന്നത് 2H2 + 4OH - 4H2O + 4 ഇലക്ട്രോൺ. ആനോഡ് റിയാക്ഷൻ എന്താ? 2H2 + 4OH - 4H2O + 4 ഇലക്ട്രോൺ. കാഥോഡ് റിയാക്ഷൻ ആണെങ്കിൽ O2 + 2H2O + 4 ഇലക്ട്രോൺ ഗീവ്സ് 4OH- ആൻഡ് ഓവറോൾ റിയാക്ഷൻ ഇതൊന്നും മക്കൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതി വെച്ചാൽ മതി. 2H2 + O2 ഗീവ്സ് 2H2O. ഓവറോൾ റിയാക്ഷൻ എന്താ? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കമ്പൈൻ ചെയ്ത് രണ്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും, 2H2O. ക്ലിയർ അല്ലേ? ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. ഇറ്റ്സ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. ഇത് ലിക്വിഡ് സ്റ്റേറ്റ്, ഇത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പം നാളെ +2 ചേരൽ കൃത്യം 7 മണിക്ക് ഒരു കെമിസ്ട്രിയുടെ ലൈവ് നടക്കുന്നുണ്ട്. സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ കൃത്യം 7 മണിക്ക് ഏകണ്ട +2 ചാനൽ ലൈവ് നടക്കുന്നത്. എല്ലാവരും ഓണം എക്സാമിന് ഫുൾ മാർക്ക് വേണം എന്ന ആഗ്രഹമുള്ള എല്ലാ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് 7 മണിക്ക് ലൈവിൽ എത്തിക്കോ. ഫുൾ മാർക്ക് ആയിരിക്കും. അപ്പോൾ ഓക്കെ.